സുഹൃത്തുക്കളെ, മഴക്കാലമാണല്ലോ. മഴക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ മാമ്പഴവും ചക്കയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നല്ല മാങ്ങയുടെയും ചക്കയുടെയും കാലമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലും ഒരു മുത്തശ്ശി മാവുണ്ട്. നല്ല കാട്ടുമാങ്ങയാണ് ആ മുത്തശ്ശി മാവ് തരാറുള്ളത്. 2 വർഷം കൂടുമ്പോഴാണ് നല്ല ധാരാളം മാങ്ങ നമുക്ക് മുത്തശ്ശി മാവ് തരും. അപ്പോൾ അതിൽ കാട്ടുമാങ്ങയാണുള്ളത്. നല്ല മധുരം, അതിൻ്റെ കൂടെ പുളിയും ഉണ്ടാവും. അപ്പോൾ നിറയെ മാങ്ങ 2 ദിവസത്തെ മഴയിൽ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ശേഖരിച്ച് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. പിന്നെ അയൽവാസികളുടെ വീട്ടിലുണ്ടായത് നമ്മൾക്കും തരും. ഈ കാണുന്നത് ഒരു ചെറിയ മാങ്ങയാണ്. ഇത് അയൽവാസിൻ്റെ വീട്ടിലുണ്ടായതാണ്. വളരെ ചെറിയ ഒരു വിരലിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ മാങ്ങയാണ്. നല്ല ടേസ്റ്റാണ് ഈ മാങ്ങക്ക്. മാങ്ങ വരും കാലങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ അരിഞ്ഞിട്ട് അത് സൂക്ഷിച്ചു വെക്കും. അത് ഉപ്പിലിട്ട് വെക്കും. ഇനി മാങ്ങ അങ്ങനെ തന്നെ ഉപ്പിലിട്ട് വെക്കും. നല്ല കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചാൽ ദീർഘകാലം അങ്ങനെ നിൽക്കും. അങ്ങനെ അരിഞ്ഞു വെച്ചാലും അതിലും ഉപ്പിട്ട് വെക്കാം. ഇങ്ങനെ ധാരാളം കുറേ കാലത്തിന് വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ ഇങ്ങനെ ഉപ്പിട്ട് വെക്കുകയാണ് ചെയ്യുക. നല്ല കല്ലുപ്പിട്ട് വെക്കും. ഇനി ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ അയൽവാസികൾക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കും. ഇങ്ങനെ കല്ലുപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. കാരണം മഴക്കാലത്താണല്ലോ ഇത് സമൃദ്ധമായി ഉണ്ടാവുക. ഇനി നമുക്കതിനെ കൊണ്ട് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. മാങ്ങാത്തെര ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വെയിൽ വേണം. മഴക്കാലമായതുകൊണ്ട് വെയിൽ കുറവായതുകൊണ്ട് മാങ്ങാത്തെര ഉണ്ടാക്കാൻ ചിലപ്പോൾ അത്ര യോജിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് മാങ്ങ കൊണ്ട് ജാം ഉണ്ടാക്കാം, സ്ക്വാഷ് ഉണ്ടാക്കാം. അങ്ങനെ വിവിധ തരം പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റും. ഇനി അല്ലാത്ത രൂപത്തിലും നമുക്ക് അതിനെ സൂക്ഷിക്കാം. ഉപ്പിലിട്ടും അച്ചാറിട്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല മാമ്പഴക്കാലമായിരിക്കും.